ആലുവ മണപ്പുറത്തേക്കുള്ള രണ്ട് പ്രധാന വഴികളിലൊന്ന് ഇതാണ്. ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഈ വഴിയാണ് കൂടുതൽ സൗകര്യം. ഈ പാലം കടന്ന് നേരെ മണപ്പുറത്തേക്ക് പോകാം. മറ്റൊരു പ്രധാന വഴിയുള്ളത് ആലുവ മാർത്താണ്ഡവർമ്മ പാലം കഴിഞ്ഞ് തോട്ടയ്ക്കാട്ടുകര ജംഗ്ഷനിൽ നിന്ന് ടെമ്പിൾ റോഡ് വഴി മണപ്പുറത്തേക്ക് വരാം. ബലികർമ്മങ്ങൾക്കായി ഒരുങ്ങിയിരിക്കുകയാണ് പെരിയാറിൻ്റെ തീരം. കച്ചവട സ്ഥാപനങ്ങളും ബലിത്തറകളുമൊക്കെ തയ്യാറായിരിക്കുന്നു. രാവിലെ മുതൽ തന്നെ ബലിയിടിയിൽ ആരംഭിച്ചിട്ടുണ്ട്. ബലികർമ്മങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന സ്ഥലങ്ങളാണ്. പോലീസും ഫയർഫോഴ്സും എല്ലാം ചേർന്ന് ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. പെരിയാറിലെ മാലിന്യങ്ങൾ നീക്കാനുള്ള നഗരസഭയുടെ സംവിധാനമാണ് ഇത്. ഉച്ച കഴിഞ്ഞ് 3 മണി സമയമാണ്. തണലുള്ള സൗകര്യപ്രദമായ സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ വിശ്രമിക്കുന്നു. അയ്യപ്പ സേവാ സംഘത്തിന്റെ ഭജനമഠത്തിൽ നിന്ന് ശിവമന്ത്രങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു. മണപ്പുറത്തിന്റെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങൾ മുഴുവൻ ഇക്കൊല്ലം കാർപ്പറ്റ് വിരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നല്ല വൃത്തിയും ഭംഗിയുമായി. എന്നാൽ ഇതുമൂലം ഇവിടുത്തെ സ്റ്റാളുകളുടെ വാടക വർദ്ധിപ്പിച്ചതിനാൽ കൂടുതൽ സ്റ്റാളുകളും ഒഴിഞ്ഞു കിടക്കുകയാണ്. മാത്രമല്ല, ഉള്ള സ്റ്റാളുകളിൽ സാധനങ്ങളുടെ വില വളരെ കൂടുതലായും കാണപ്പെടുന്നു. ഈ കടയിൽ മാത്രം ഏതെടുത്താലും 30 രൂപ. പാലക്കാടൻ കരിക്കട്ടികൾ, ഗ്രേറ്റർ, പീലർ, അടിച്ചുവാരി, കുട്ട, അരിക്കുട്ട, ഉള്ളിക്കുട്ട, ഫൈബർ പാത്രങ്ങൾ, സ്റ്റീൽ പാത്രങ്ങൾ, കക്കർ, ബക്കറ്റ്, തിരികിട, ചപ്പാത്തിക്കോൽ, വൈപ്പർ, ഫിഷ് കട്ടർ, നെയിൽ കട്ടർ, മൂറ്, ഫുഡ് സ്ക്രബ്ബർ, ബോഡി സ്ക്രബ്ബർ, പൊറമാന്തി, പട്ടറ്റ മാഷർ എന്നിങ്ങനെ ആഭരണക്കടകളും കളിപ്പാട്ടക്കടകളുമൊക്കെയാണ്. ക്ഷേത്ര പരിസരത്തേക്ക് ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുന്നു. ദർശനത്തിനെത്തുന്നവരെ മെറ്റൽ ഡിറ്റക്ടർ വഴി കടത്തിവിടുന്നുണ്ട്. ക്ഷേത്ര പരിസരത്തുള്ള ചെറുകിട കച്ചവടക്കാരാണ്. ഒരു രസകരമായ സാധനം കണ്ടു. ഇവിടെ താരതമ്യേന വിലക്കുറവുണ്ട്. വാങ്ങുന്നവരുടെയും വിൽക്കുന്നവരുടെയും ഒക്കെ മുഖത്തെ ആ സന്തോഷം കണ്ടോ? ഓരോ ചെടികളുടെയും വിത്തുകളുടെയും ഒക്കെ പൂക്കളും ഫലങ്ങളും സാമ്പിളായി അതിനോടൊപ്പം വെച്ചിട്ടുണ്ട്. ഇതിലെയൊക്കെ നടക്കുന്ന ആൾക്കാരും ശിവമന്ത്രങ്ങൾ ഉരുവിട്ടാണ് വരുന്നത്.
വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങൾ വിൽക്കുന്നവരൊക്കെ സ്റ്റാളുകൾക്ക് വെളിയിൽ മൈതാനത്താണ് ഇരിക്കുന്നത്. സുഗന്ധം പുകയ്ക്കാനുള്ള ഉപകരണങ്ങളാണ്. കിഴങ്ങുകളാണ്, പലതരം കിഴങ്ങുകൾ. ക്ഷേത്രത്തിലേക്ക് ആളുകൾ കൂടുതൽ എത്തിക്കൊണ്ടിരിക്കുന്നു. വയലാർ സ്മൃതി മണ്ഡപത്തിൽ ആൾക്കാർ വിശ്രമിക്കുന്നു. രാജസ്ഥാൻ സ്പീക്കർ ഇവിടെ വരൂ. രാജസ്ഥാൻ ആചാര്യ ഇവിടെ എല്ലാവരും ഇവിടെ. കാർണിവലിനൊക്കെ പതുക്കെ അനക്കം വെച്ച് തുടങ്ങിയിരിക്കുന്നു. വെയിൽ കുറഞ്ഞതിനാൽ ആൾക്കാരും വന്നു തുടങ്ങിയിട്ടുണ്ട്.
ആദ്യം മുതൽ അവസാനം വരെ ഈ കാഴ്ച കാണി മുടങ്ങരുത്. കണ്ടുവർ വീണ്ടും വീണ്ടും കാണാതിരിക്കുന്ന പ്രദേശമാണ്. ആദ്യം മുതൽ അവസാനം വരെ കാഴ്ച കാണി മുടങ്ങരുത്. ഇത് കൗണ്ടറിന്റെ ജീവിതത്തിനപ്പുറത്തുള്ള രഹസ്യങ്ങളുടെ കലവറ മറ്റൊരു മകനെയും ഇവരെ കാണാൻ ഭയത്തോടെ മാത്രം കാണാനാവുന്ന ഒരു പ്രദർശനം. DJ ഒരുക്കിയ ഈ മഹത്തായ പ്രദർശനത്തിൽ മറക്കാനാവാത്ത ദൃശ്യം. ക്ഷേത്ര പരിസരത്തും മൈതാനത്തുമൊക്കെയായി ആളുകൾ വിരിവെച്ച് ഇരിക്കുന്നു. എന്നിവ പ്രത്യേകം സജ്ജീകരിച്ച കൗണ്ടറുകളിൽ നിന്നും ഭക്തജനങ്ങൾക്ക് ലഭ്യമാണ്. ദേവസ്വം ഉദ്യോഗസ്ഥർ മണപ്പുറത്ത് തിരുസന്നിധിയിലും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നടപടികളും ഇടപെടലുകളും പെരിയാറിന്റെ പുറകെ സജ്ജമായ തീർത്ഥാടനത്തിന് സുഗമമായ ദർശനത്തിന് സുസജ്ജമായ സമയം സന്ധ്യയോടടുത്തിരിക്കുന്നു. ആളുകൾ ധാരാളമായി എത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ വിലയുറപ്പിച്ചിട്ടുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ മുൻകരുതലുകൾ അവരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം. കർശനമായി പാലിക്കേണ്ടതാണ്. ബലികർമ്മങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അദ്വൈതാശ്രമമാണ് ദീപപ്രഭയിൽ കുളിച്ചങ്ങനെ നിൽക്കുന്നത്. ഒരു ട്രെയിൻ കടന്നു പോകുന്നു. കുറച്ചുകൂടി കഴിയുമ്പോൾ ഇവിടമാകെ ജനസമുദ്രമായി മാറും. തുടർന്നുള്ള കാഴ്ചകൾ ആലുവ ശിവരാത്രി 2ാം ഭാഗത്തിൽ.